പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ സംഘടന പുറത്തു പോകുന്നുള്ള ഒരു ഇതുകൊണ്ടാണ്. അങ്ങനെയൊക്കെ ഞാൻ ഇന്ന് എന്റെ ആവശ്യങ്ങൾ പറയാനായിട്ട് ഒരു മടി ഉണ്ടായിട്ടില്ല. എന്ത് പറയണമെന്ന് തോന്നി അതൊക്കെ ഇത്തരം ഗസ്സിങ് അല്ല. ഞാൻ പറഞ്ഞുതരാം, ഇതിനേക്കാൾ കൂടി ഇനി വേറെ എന്തെങ്കിലും പറയാതെ നീ ഒരു അല്ല ഭാവനാപരമായിട്ടുള്ള പല കാര്യങ്ങളും നിനക്ക് ചോദിക്കാം. അത് സുഹൃത്തെ, നിങ്ങൾക്ക് ഭാവനാപരമായിട്ടുള്ള പല ചോദ്യങ്ങളും ചോദിക്കാം. എന്റെ കാര്യം ഞാനാണ് പറയുന്നത്. അത് പറയാനുള്ള ത്രാണി എനിക്കിട്ട് ഞാൻ പറയുകയും ചെയ്യും. ഇത് കാര്യങ്ങൾ ഇന്ന് വിളിച്ചു കൂട്ടില്ലല്ലോ. കാരണം ഇതിനെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. എനിക്കത് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഇപ്പോൾ ഈ നടക്കുന്ന ഈ സംഭവങ്ങളിൽ തങ്ങളുടെ നിലപാടാണ്. അതെ, ഞാൻ ഇതിനകത്ത് എന്താ പറയുക, നമ്മൾ ഇതിനകത്ത് എന്ന് പറഞ്ഞാല് 2 വർഷം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ പറയുന്ന പോലെ. കാരണം അത് അങ്ങനെയാണല്ലോ. നമ്മളെല്ലാവർക്കും അഭിപ്രായങ്ങൾ കൂടുതലുള്ളവരാണ്. നിങ്ങൾക്ക് ചോദിക്കാണ്ട് എല്ലാ ചോദ്യങ്ങളും ചോദിക്കാം, ഞാൻ അതിന് ഉത്തരം പറയാനില്ല. ഈ സമയത്ത് എന്താ പറഞ്ഞാലുണ്ടല്ലോ, ഇതെല്ലാവരും ഇമോഷണലായിട്ട് ചാർജ് ആയിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഒരു സമാധാനം കൊണ്ടുവരാൻ പറ്റിയെന്ന് വരില്ല. ഇതിനൊരു സമയമുണ്ട്. ഈ വെള്ളം ഒഴുകിപ്പോകും സാർ, ഈ വെള്ളം ഒഴുകിപ്പോകും. ഒരുപാട് വെള്ളം ഇതിന്റെ അടിയിൽ കൂടി ഒഴുകിപ്പോയിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധികളെ ഈ സംഘടന തരണം ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു കാര്യത്തിൽ ഞങ്ങൾ എന്നും ഉറച്ചു നിന്നിട്ടുണ്ട്. ഈ സംഘടനയുടെ നിലനിൽപ്പ് എന്ന് ചോദ്യം ചെയ്യപ്പെടുന്നോ അന്ന് ഞങ്ങളെല്ലാം ഒരു കെട്ടക്കെട്ടായിട്ട് അല്ല. ഞങ്ങളാരും നിങ്ങളെ കുറ്റം പറയുന്നില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളെ വിമർശിക്കാനുള്ള അധികാരം ഉണ്ടെന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ പേര് കുറ്റമല്ല. അവിടെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഈ കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളൂ, നിൽക്കണമെന്നുള്ളൂ. അല്ല, ഇത് നമ്മളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാർ, ഞങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് സാർ. അത് നമ്മളിൽ എല്ലാവരും ഇല്ലേ, എല്ലാ സംഘടനയിലും ഇല്ലേ. എല്ലാ സംഘടനകളിലും ഈ സംഘടന മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു സംഘടന അല്ലല്ലോ. അത് ഉണ്ടാവും, മലയാളിയല്ലേ. എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഈ സംഘടന നിലനിൽക്കണം എന്നുള്ളതാണ്. അതാണ് എന്റെ ഉദ്ദേശം. നടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രതികരണം ഒഴിവാക്കണമെന്നാണ് താങ്കൾ പറയുന്നത്. അല്ല, അത് തീർച്ചയായിട്ടും തന്നെത്താനെ തന്നെ എല്ലാവരും സ്വയം മനസ്സിലാക്കി. ഞാൻ അവരോട് പറയാൻ ഇതിനേക്കാളും ഉപരി അവർ സ്വയം മനസ്സിലാക്കി ഇത് താനെ ഇല്ലാതാവും. അവര് തീർച്ചയായിട്ടും ഇടപെടേണ്ട സമയം ഇടപെടും. അവർ തീർച്ചയായിട്ടും. നിങ്ങൾക്ക് തോന്നണ്ട മോഹൻലാൽ മമ്മൂട്ടി എല്ലാം ഈ സംഘടന തകരാനായിട്ട് നിലനിൽക്കുന്നില്ല. ഈ സംഘടന നിലനിർത്താൻ തന്നെയാണ് അവർ നിൽക്കുന്നത്. അത് സമയോചിതമായ സമയത്തല്ലേ പറയുള്ളൂ. ഞാൻ നിങ്ങൾ ഹീറ്റായിരിക്കുന്ന സമയത്തല്ലല്ലോ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞാൽ നടക്കുമോ? ഇപ്പൊ എന്ത് പറ്റി ശരിക്കും? പലരും അതിന് ഈ സമയത്ത് ശ്രമിച്ചാലുണ്ടല്ലോ പെട്ടെന്ന് ചിലപ്പോൾ വന്നത് ബാക്ക് ഫയർ ചെയ്യും. കാരണം ഇമോഷണലായിട്ട് എല്ലാവരും വന്ന് ഭയങ്കര ബോയിൽഡാണ്. പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ സംഘടന പുറത്തു പോകുന്നുള്ള ഒരു ഇതുകൊണ്ടാണ്. അങ്ങനെയൊക്കെ ഞാൻ ഇന്ന് എന്റെ ആവശ്യങ്ങൾ പറയാനായിട്ട് ഒരു മടി ഉണ്ടായിട്ടില്ല. എന്ത് പറയണമെന്ന് തോന്നി അതൊക്കെ ഇത്തരം ഗസ്സിങ് അല്ല. ഞാൻ പറഞ്ഞുതരാം, ഇതിനേക്കാൾ കൂടി ഇനി വേറെ എന്തെങ്കിലും പറയാതെ നീ ഒരു അല്ല ഭാവനാപരമായിട്ടുള്ള പല കാര്യങ്ങളും നിനക്ക് ചോദിക്കാം. അത് സുഹൃത്തെ, നിങ്ങൾക്ക് ഭാവനാപരമായിട്ടുള്ള പല ചോദ്യങ്ങളും ചോദിക്കാം. എന്റെ കാര്യം ഞാനാണ് പറയുന്നത്. അത് പറയാനുള്ള ത്രാണി എനിക്കിട്ട് ഞാൻ പറയുകയും ചെയ്യും. ഇത് കാര്യങ്ങൾ ഇന്ന് വിളിച്ചു കൂട്ടില്ലല്ലോ. ഞാൻ തീർച്ചയായിട്ടും ഇത് അവരവർ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയുണ്ടാവും. കാരണം അത് ഞങ്ങൾക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇത് ഇന്ന് മാത്രമാണ്. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടില്ലേ. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഉറപ്പ് വരുന്നു വന്നിട്ട് ഈ പ്രശ്നങ്ങൾ താനെ ഇല്ലാതാവും. അല്ലാതെ ഇത് തമ്മിത്തല്ലി പിരിയില്ല.